സഹോദര, സഹോദരി, യേശുക്രിസ്തുവിന്റെ മരണം രണ്ട് ശത്രുക്കളുടെ മധ്യയിൽ സമാധാനത്തെ ഉണ്ടാക്കി. ചോദിക്കട്ടെ, നിന്റെ ജീവിതത്തിലും ഇപ്പോഴും ശത്രുക്കളുണ്ടോ? നീ ഇപ്പോഴും ദൈവത്തിന്റെ മുൻപിൽ ശത്രുവായിട്ടാണോ ജീവിക്കുന്നത്? ഇപ്പോഴും നിന്റെ ജീവിതത്തിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, നിന്റെ കുടുംബക്കാർക്ക്, ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ഒരു ദൗർഭാഗ്യവാനായിട്ട്, ദുഷ്ടനായിട്ട്, ശത്രുവായിട്ടാണോ നീ ജീവിക്കുന്നത്? എങ്കിൽ നീ ഇന്ന് മാറണം. ദൈവത്തിനും ദൈവത്തിന്റെ മക്കൾക്കും എതിരായിട്ട് ഒരു ശത്രുവിനെ പോലെ എത്ര കാലം ജീവിക്കും? അന്ന് ശത്രുവായിരുന്നതായ പീലാത്തോസും ശത്രുവായിരുന്നവനായ ഹേരോദും യേശുക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി മിത്രങ്ങളായി മാറി. 2, അയാളൊരു കുറ്റവാളിയായിരുന്നു, ഒരു കൊലപാതകിയായിരുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിവെച്ച ദുഷ്ടനായിരുന്നു. അവന്റെ കുറ്റകൃത്യങ്ങൾക്ക് പകരമായി അവന് ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ കഠിനമായ കാരാഗൃഹ ശിക്ഷയായിരുന്നു. ജീവപര്യന്തം ശിക്ഷ അവന് വിധിക്കപ്പെട്ടു. ഏതെങ്കിലും ഒരു ദിവസം അവൻ ക്രൂശിൽ കൊല്ലപ്പെടേണ്ടവനാണ്. ആ വിഷയം അവന് നന്നായിട്ടറിയാം. എന്റെ ശിക്ഷാവിധി വരുമ്പോൾ എന്റെ കഥ കഴിയും, എന്നെങ്കിലും ഒരു ദിവസം എന്നെ ക്രൂശിൽ തറച്ച് കൊന്നുകളയും എന്നുള്ളതായ ഭയത്തോടെ, ഭീതിയോടെ, നിരാശയോടുകൂടി കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ കാരാഗൃഹ പ്രമാണി അവന്റെ അരികിലേക്ക് നടന്നുവരുന്നു. അവനറിയാം, പെസഹാ ദിനം വരുന്ന സമയത്ത് കാരാഗൃഹത്തിൽ കിടക്കുന്ന ചിലരെ വിട്ടയക്കുകയും ക്രൂശിൽ തറയ്ക്കപ്പെടേണ്ടവരെ ക്രൂശീകരിക്കുകയും ചെയ്യും എന്നത്. കാരാഗൃഹ പ്രമാണി തന്റെ അരികിലേക്ക് നടന്നു വന്നപ്പോൾ ബറബ്ബാസ് ഇങ്ങനെ വിചാരിച്ചിരുന്നിരിക്കാം. എന്താണെന്നറിയാമോ? എന്നെ ക്രൂശിൽ തറയ്ക്കാനാണ് എന്റെ അരികിലേക്ക് വരുന്നത്, എന്നെ ക്രൂശിൽ തൂക്കുവാൻ വേണ്ടിയാണ് എന്റെ അരികിലേക്ക് വരുന്നത്. ഇങ്ങനെ ഓർത്ത് ഭയപ്പെട്ടിരിക്കാം, നിലവിളിച്ചിരിക്കാം, എന്നെ കൊല്ലരുതേ, കൊല്ലരുതേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചിരിക്കാം. ബറബ്ബാസിന്റെ അരികിലേക്ക് കാരാഗൃഹ പ്രമാണി നടന്നു വരുമ്പോൾ എന്നെ കൊല്ലരുതേ, കൊല്ലരുതേ എന്ന് പറഞ്ഞേക്കാം. അപ്പോൾ ബറബ്ബാസിനെ നോക്കിക്കൊണ്ട് കാരാഗൃഹ പ്രമാണി പറയുകയാണ്, ബറബ്ബാസേ, നീ വലിയ കുറ്റവാളിയാണ്, ദുഷ്ടനാണ്, ക്രൂശിൽ തറയ്ക്കപ്പെടേണ്ടവനാണ്. ആ വിഷയം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ എന്നെ ക്രൂശിൽ തറയ്ക്കാനായി അങ്ങ് വരുന്നത്. അങ്ങനെയല്ല ബറബ്ബാസേ, നിന്നെ കൊല്ലുവാനോ ക്രൂശിൽ തറയ്ക്കുവാനോ അല്ല ഞാൻ വന്നത്. പിന്നെന്തിനു വേണ്ടിയാണ് വന്നത്? നിന്റെ സ്ഥാനത്ത് ഏതോ ഒരു മിശിഹ എന്നാണ് പറയുന്നത്, മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഫലമായിട്ട് ബറബ്ബാസേ, നിനക്കൊരു ശുഭവാർത്ത. കൊല്ലപ്പെടേണ്ട നീ കൊല്ലപ്പെടാതെ ഇപ്പോൾ വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. നിന്റെ സ്ഥാനത്ത് ഒരു പാപവും ചെയ്യാത്തവനായ യേശു എന്ന രക്ഷകൻ മരിക്കാൻ പോകുന്നു. എത്ര അത്ഭുതകരമാണ് ആ 12 മണിക്കൂറുകൾ! ഒരു വശത്ത് ശത്രുക്കളായിരുന്ന 2 പേർ തമ്മിൽ മിത്രങ്ങളായിട്ട് മാറാനിടയായി. മറുവശത്ത് മരണശിക്ഷ വരേണ്ടിയിരുന്നവനായ ബറബ്ബാസ് വിടുതൽ പ്രാപിക്കുകയാണ്. സഹോദര, സഹോദരി, എന്തുകൊണ്ടാണ് ഗുഡ് ഫ്രൈഡേ, ഈ നല്ല വെള്ളിയാഴ്ച എന്തുകൊണ്ടെന്നറിയാമോ? നന്മയുണ്ടായതുകൊണ്ട്. അന്ന് ബറബ്ബാസിന്റെ ജീവിതത്തിൽ ശുഭകരമായ കാര്യമുണ്ടായി. ശിക്ഷ അനുഭവിക്കേണ്ടവനായ ബറബ്ബാസിന്റെ ജീവിതത്തിൽ വിടുതലുണ്ടായി, ശുഭകരമായ കാര്യം. യേശുക്രിസ്തു അന്ന് ക്രൂശിൽ മരിച്ചതുകൊണ്ട് ലോകത്തിനു മുഴുവനും ശുഭകരമായ കാര്യം സംഭവിച്ചു. എന്താണത്? പാപികളായ മനുഷ്യരെല്ലാം നരകശിക്ഷ അനുഭവിക്കേണ്ടി വരുമ്പോൾ, പാപത്തിന്റെ ഫലമായി മനുഷ്യരെല്ലാം നരകത്തിലേക്ക് പോകേണ്ടി വരുമ്പോൾ, യേശുക്രിസ്തു, മനുഷ്യനെ പ്രാണനെ പോലെ സ്നേഹിച്ചവനായ ദൈവം, മാനവരാശിക്ക് വരുവാനുള്ളതായ സകല ശിക്ഷാവിധിയും സ്വയം ഏറ്റെടുക്കുവാനിടയായി. അങ്ങനെ കർത്താവ് ക്രൂശിൽ കഴിച്ചതായ യാഗം നിമിത്തമായിട്ട് പാപിയായ മനുഷ്യന് വിടുതൽ ലഭിച്ചു. നോക്കൂ, അപ്പോൾ വരെയും ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്നവനായ, കൊല്ലപ്പെടേണ്ടവനായ ബറബ്ബാസ് വിടുതൽ പ്രാപിക്കാനിടയായി. കാരണം യേശുക്രിസ്തു ആ സ്ഥാനത്ത് മരിച്ചതുകൊണ്ട്. പ്രിയ സഹോദര, സഹോദരി, നിങ്ങൾക്കൊരു ശുഭവാർത്ത. നിനക്കുള്ള സുവിശേഷം എന്തെന്നറിയാമോ? പാപം ചെയ്ത സകല മനുഷ്യരും തങ്ങളുടെ പാപനിമിത്തം ശിക്ഷ വഹിക്കേണ്ടി വരുന്നു. നിന്റെ ശരീരം കൊണ്ട് നീ പാപം ചെയ്തു, നിന്റെ കണ്ണുകൾ കൊണ്ട്, നിന്റെ കാതുകൾ കൊണ്ട്, നിന്റെ കൈകൾ കൊണ്ടെല്ലാം നീ പാപങ്ങൾ ചെയ്തു, നിന്റെ മനസ്സിൽ നീ പാപങ്ങൾ ചെയ്തു. അതിൻ്റെ എല്ലാം ഫലമായി നിനക്ക് ശിക്ഷ വരേണ്ടിയിരിക്കുന്നു. എന്നാൽ യേശു നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പകരമായി തന്റെ ശരീരത്തെ നിനക്ക് പകരമായി ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചു കൊടുത്തു. എനിക്കും നിങ്ങൾക്കും വരേണ്ടിയിരുന്ന സകല ശിക്ഷയും യേശുക്രിസ്തു അനുഭവിച്ചതുകൊണ്ട് ഞാനും നിങ്ങളും ഇനി ശിക്ഷിക്കപ്പെടേണ്ടതായ കാര്യം ഇല്ല. അന്ന് ബറബ്ബാസിന് എങ്ങനെയാണോ സൗജന്യമായിട്ട് വിടുതൽ ലഭിച്ചത്, മരണശിക്ഷ അനുഭവിക്കേണ്ടിയിരുന്നവനായ ബറബ്ബാസ് എങ്ങനെയാണോ രക്ഷപ്പെട്ടത്, അതുപോലെ തന്നെ നരകശിക്ഷ അനുഭവിക്കേണ്ടവരായ നമ്മൾ
ആ ഭയങ്കരമായ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു. എങ്ങനെയാണ്? എന്റെയും നിങ്ങളുടെയും സ്ഥാനത്ത് യേശുക്രിസ്തു സ്വയം ശിക്ഷ ഏറ്റെടുത്തതുകൊണ്ട് നമ്മൾ ഇനിയും ശിക്ഷ അനുഭവിക്കേണ്ടതായ കാര്യം ഇല്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവമക്കളാകുവാൻ വേണ്ടി നീ അധികാരം കൊടുത്തിരിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ പാപനിമിത്തമായി നീ ക്രൂശിൽ മരിക്കപ്പെടാനിടയായല്ലോ. കർത്താവെ, നിന്റെ ക്രൂശ് മരണത്തെ ഞങ്ങൾ അംഗീകരിച്ചാൽ മാത്രം മതി. ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരാനിടയാകും, ഞങ്ങൾ രക്ഷിക്കപ്പെടാനിടയാകും. ഇതാ ഈ സമയത്ത് നിന്റെ മക്കളുടെ എല്ലാവരുടെയും കരങ്ങൾ നീ പിടിക്കണമേ. അവർ ചെയ്തതായ സകല പാപങ്ങളും അങ്ങ് ക്ഷമിക്കണമേ. ഒരു പുതിയ ജീവിതത്തെ കൊടുത്തുകൊണ്ട് നിന്റെ സാക്ഷികളായി ജീവിക്കുവാനുള്ളതായ ഭാഗ്യം കൊടുക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.